ഖത്തർ അമീർ ഭാരതത്തിലെത്തി. ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സ്വീകരിച്ചു. തുടർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഖത്തർ അമീറിന്റെ സന്ദർശനം ഇന്ത്യ ഖത്തർ പങ്കാളിത്ത ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എത്രത്തോളം നിർണായകമാണ് ഖത്തർ അമീറിന്റെ സന്ദർശനം? വൈകിട്ട് പ്രത്യേക വിമാനത്തിലാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഭാരതത്തിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇരു രാഷ്ട്ര നേതാക്കളും രാഷ്ട്രത്തിന്റെ തലവന്മാരും പരസ്പരം ആലിംഗനം ചെയ്യുന്ന ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ത്യ സന്ദർശിക്കുന്ന അൽത്താനി നാളെ ദ്രൗപദി മുർമു രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രത്യേക ചർച്ചയുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് ഈ ഖത്തർ അമീർ എത്തിയത്. ഖത്തർ അമീറിന്റെ 2ാമത്തെ സന്ദർശനമാണ് ഇതെന്നുള്ള പ്രത്യേകതയും നിലനിൽക്കുന്നു. മാത്രമല്ല ഇരു രാഷ്ട്രങ്ങളുടെയും സംബന്ധിച്ച് വ്യാപാര വാണിജ്യ ബന്ധത്തിൽ വളരെയേറെ മുന്നേറ്റം കുറിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു സന്ദർശനത്തിന്റെ പ്രത്യേകത. അതോടൊപ്പം മന്ത്രിമാര്, അതേപോലെ മുതിർന്ന ഉദ്യോഗസ്ഥര്, ഒരു പ്രത്യേക ബിസിനസ് സംഘവും ഖത്തർ അമീറിനൊപ്പം ഭാരതത്തിലെത്തിയിട്ടുണ്ട്. തുടർന്നും അങ്ങോട്ടും ഭാരതത്തിന്റെ വാണിജ്യ വ്യവസായ രംഗത്ത് ഖത്തറുമായി സുദീർഘമായ ഒരു ഇടപാടിന് അല്ലെങ്കിൽ ഒരു സൗഹൃദ ബന്ധത്തിന് ഭാരതം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അതിന് ഉതകുന്ന രീതിയിലുള്ള ചർച്ചയും ഉടമ്പടികളുമായിരിക്കും നാളെ നടക്കുന്ന പ്രത്യേക ചർച്ചയിൽ, പ്രധാനമന്ത്രിയുമായി നടത്തുന്ന പ്രത്യേക ചർച്ചയിൽ ധാരണയാകുക. വിഷ്ണു. ശരി, എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.